ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 60 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ്. നല്ല വിശാലമായിട്ടുള്ള മുറ്റമൊക്കെയാണ് കേട്ടോ. നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കൃഷിഭൂമിയാണ്. 3 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ്, 1 അറ്റാച്ച്ഡ് 1 കോമൺ ബാത്റൂമോട് കൂടിയ ഒരു വീട്. ഒരു കുഞ്ഞൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ 4 ബെഡ്റൂമെന്ന് നമുക്ക് പറയാം. അങ്ങനെ നല്ല ഇത് കണ്ടോ, നല്ല വലുപ്പമുള്ള ഒരു വീടാണ്. ഇതുകൊണ്ട് വീടിൻ്റെ കോമ്പൗണ്ടിൽ 60 സെൻറ്റ് സ്ഥലത്തിൽ മൊത്തം കൃഷിയാണ്. ഇവിടെയൊക്കെ കപ്പ കൃഷിയായിരുന്നു കേട്ടോ. കപ്പയൊക്കെ ഇപ്പോൾ വേനലായതുകൊണ്ട് കപ്പയൊക്കെ പറിച്ച് വാട്ടി. ഒരിക്കലും പറ്റില്ലാത്ത കിണറുവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 60 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും 75 ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ചോദിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ തൊട്ട് താഴെ ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഫലവൃക്ഷങ്ങളും കൊണ്ട് ഒരു ഏരിയ തന്നെ മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് കുറേ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിനോട് ചേർന്ന് തന്നെ ഈ താഴത്തെ സൈഡിലായിട്ട് ഒരിക്കലും പറ്റിയാത്ത കിണറുകളും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ 24 പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. ഇതുപോലെയുള്ള നല്ല ലാഭകരമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വാങ്ങുവാനും കാണുവാനും സാധിക്കും. ഇപ്പോൾ ഇതുണ്ടോ, നമ്മുടെ വീടിൻ്റെ മുറ്റം കണ്ടോ, നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് കേട്ടോ. ഈ സൈഡാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ്. അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടു, കപ്പ കൃഷിയൊക്കെ ആയിരുന്നു ആ സൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയൊരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ പൊൻകുന്നം റൂട്ടിലാണ് കേട്ടോ. പാലാ പൈകയിലാണ് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. പൈക ടൗണിൽ നിന്നൊക്കെ ആണെങ്കിലും ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമ്മുടെ ഹൈവേ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് ഹൈവേ നിന്ന് പഞ്ചായത്ത് റോഡാണ്, ഈ വീടിൻ്റെ താഴെ വരെ പഞ്ചായത്ത് റോഡാണ്. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നമ്മുടെ പ്രൈവറ്റ് വഴി, നമുക്ക് സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് വഴിയാണ്. നമ്മളിപ്പോൾ ഈ വീടിന് ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നേരിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ ഇവിടെ ഉടമസ്ഥന് പിള്ളേരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കൃഷിഭൂമിയിൽ ഇതിൻ്റെ അകത്ത് താഴത്തെ തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് താഴെയുള്ള ഫലവൃക്ഷങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ആ റോട്ടിൽ ഇറങ്ങി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ കിണർ വെള്ളം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ, ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമാണ്. ഈ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഈ ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട്. നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം പൈക ടൗൺ എന്ന് നമ്മൾ പറഞ്ഞു ഒരു കിലോമീറ്ററേ ഉള്ളൂ പൈക ടൗണിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. പൈക ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ്. പ്രൈവറ്റ് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം 60 സെൻറ്റിൻ്റെ അകത്തോടെ വരുന്ന ഒരു 100 മീറ്റർ ഉള്ളൊരു വഴി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കൃഷിയാണ് കേട്ടോ. കൃഷി ഫലവൃക്ഷങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് നല്ലൊരു ഭംഗിയല്ലേ, ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് കയറാനായിട്ട്. ഇവിടുന്ന് കയറാനാണെങ്കിലും ഒരു സ്റ്റെപ്പുണ്ട്, വഴിയിൽ നിന്ന് കയറാനാണെങ്കിലും. കുറേ നമുക്ക് ഒരു വീട്ടാവശ്യത്തിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം നമ്മുടെ ഉടമസ്ഥൻ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റോട്ടിൽ നിന്നുള്ളൊരു നമ്മുടെ പഞ്ചായത്ത് റോഡാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്ത് റോഡിലാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള പ്രൈവറ്റ് വഴി ഒരു 100 മീറ്റർ ഉടമസ്ഥൻ വഴി വെട്ടിയിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ഇവിടം വരെ പഞ്ചായത്ത് റോഡാണ് കേട്ടോ. നമുക്ക് ഇവിടം വരെ 1 കിലോമീറ്ററിനുണ്ട്. നമ്മുടെ പൈക ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 60 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഒരിക്കലും പറ്റില്ലാത്ത കിണറുകളുണ്ട്. നല്ലൊരു കൃഷിഭൂമിയാണ്. അത്യാവശ്യം നമുക്ക് റബ്ബറൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു ആദായ ഭൂമിയും കൂടിയാണ്. ഇവിടെ ആയിട്ടാണ് കേട്ടോ, ഈ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ തോട്ടങ്ങളാണ്. ഇവിടെ ആയിട്ടാണ് അവസാന വീട് വരുന്നത്. ഈ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഒതുങ്ങി ഒരു 60 സെൻറ്റ് സ്ഥലത്തിൽ ഒരു നല്ലൊരു 1800 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിൻ്റെ 4 ബെഡ്റൂം എന്ന് പറയാം. ശരിക്കും 3 ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ്. വെറും 75 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ്.